നമസ്കാരം. ഇവിടെ ഓൾറെഡി ബേസിൽ കുറേ നേരം നിന്ന് കുറേ സമയമെടുത്ത് ഈ സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. ഇന്ദുബാബു ചേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടനായിക്കോട്ടെ എല്ലാവരും സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു അവസരം, ഈ ഒരു സിനിമയിൽ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതിഷേട്ടൻ, ഇന്ദുബാബു ചേട്ടൻ, എൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ കുറേ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീം അംഗങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു. താങ്ക് യു. താങ്ക് യു. മുന്നേ കണ്ട ഒരു ക്യാരക്ടറിന്റെ മാനറിസംസോ ഒന്നുമല്ല അടുത്ത സിനിമയിൽ വരുന്നത്. സോ ഈ ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഈ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? ഇതിനു മുൻപ് ചെയ്തിരുന്ന കഥാപാത്രത്തിന്റെ മാനറിസംസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പൊ ടോട്ടലി ആ കഥാപാത്രത്തെ മറന്നിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട് അല്ലേ? ടോട്ടലി ഡിഫറെന്റ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആവേശം റിലീസായിട്ടില്ല, അതിനുശേഷം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ ഹ്യൂമറാണ്, അതിലൊരു സീരിയസ് പരിപാടിയാണ്. അത്രയും ഇതുള്ളൂ. വളരെ സന്തോഷമുണ്ട് വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ. ഒരു നോവല് സിനിമയായി മാറുകയും അത് ഹിറ്റാവുകയും ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗം പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് മരിയാനോ. അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജ്യോതിഷേട്ടന് നന്ദി, ഇന്ദുബാബു ചേട്ടന് നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബേസിൽ, ആനന്ദ് മന്മഥൻ, ലിജോ മോൾ, അവർക്കൊക്കെ നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് രാജൻ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പൊന്മാൻ എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ഒരു സിനിമയുടെ കണ്ടന്റ് ഇറങ്ങുന്നതിൽ ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു വൃത്തിയുണ്ട്, അതിൻ്റെ ഒരു ഐഡിയോളജി അന്ന് മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയാണ്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവായ പ്രൊഡക്ഷൻ ഡിസൈനറുടെ സ്ഥാനത്ത് നിന്ന് സക്സസ്ഫുള്ളായിട്ട് ഒരു ഡയറക്ടർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അത് വലുതാണ്. മലയാള സിനിമയിൽ ഏത് നടൻ്റെ ഡേറ്റ് കിട്ടുന്ന ഒരു ഡയറക്ടറായി ജ്യോതിഷമാരായിട്ട് സന്തോഷം. അത് എല്ലാവരും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും, ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമായിരിക്കും, ഇന്ദു ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ. പക്ഷെ അത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ്. അത് വലിയ ഡയറക്ടേഴ്സിൻ്റെ പട്ടികയിൽ പലൻ സാറാണ് അതിനു മുമ്പ് പല ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. വലിയ ലെവലിലേക്ക് ജ്യോതിഷിൻ്റെ യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പെർഫോമൻസുകളെല്ലാം ബേസിൽ സജിൻ, ലിജോ, ദീപക്, ആനന്ദ് എല്ലാവരും ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നെ ഇന്ദു ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ എന്താ പറയുക, അങ്ങനെ ഒരു പല വായിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള പല വേഷങ്ങളുണ്ട്. അത് ഒരു ആഗ്രഹം ഈ രജീഷിൻ്റെ കണ്ടപ്പോൾ പോലും അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള എഴുത്തായിരുന്നു രണ്ടുപേരും എഴുതിയത്. ആ സിനിമയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചത് പ്രേക്ഷകരാണ്, അത് തിരിച്ചറിവാണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത അജിത്തേട്ടൻ, അത് വളരെ അടുത്തൊരു സുഹൃത്താണ് അജിത്തേട്ടൻ, ടീം അജിത് വിനായ ഫിലിംസ് ടീംസ് എല്ലാവരും. സന്തോഷം എന്നെ വിളിച്ചതിലും ഇവിടെ വരാൻ പറ്റിയതിലും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. താങ്ക് യു. ഞാൻ കുറച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കൈയടിക്കാൻ വേണ്ടി. എന്തായാലും സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ ഒരു സക്സസ് മീറ്റിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊരു ബലകം വായിക്കാൻ വന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പിന്നെ സംസാരിക്കാനൊന്നും അങ്ങനെ വലിയ പിടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ബുക്ക് കോവിഡ് സമയത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും വായിച്ചിട്ട് നമ്മൾ ഒരു ആക്ടറാണല്ലോ, അപ്പോൾ നമ്മൾ സ്വപ്നം കാണുമല്ലോ ഏത് ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബ്രൂണോ. അത് എന്നിലേക്ക് തന്നെ എത്തി. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബേസിക്കോട് അഭിനയിക്കാൻ പറ്റി. എൻ്റെ ആദ്യത്തെ ബ്രേക്ക് ജയ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ബ്രേക്ക് കണ്ടത് അതുപോലെ തന്നെ ബേസിക്കോടെ പടമായിരുന്നു പൊന്മാൻ. ജ്യോതിഷേട്ടൻ്റെ കൂടെയും പേരെടുത്ത് പറയാൻ എനിക്ക് ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തുള്ള ഒരു ഹൈ കിട്ടിയ മൊമെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ സാനിച്ചേട്ടനെ ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട് ഇതിൻ്റെ അകത്ത്.
അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സാനിച്ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഇതിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സാനിച്ചേട്ടനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഹൈ കിട്ടിയൊരു പരിപാടിയായിരുന്നു. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു വ്യക്തിയുടെ വർക്ക് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. സജിനായാലും ലിജോ ആയാലും ദീപക്കായാലും സന്ധ്യ ചേച്ചി ആയാലും എല്ലാ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര മൊമെൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര മെമ്മറിയുള്ള ഒരു സിനിമയാണ്. ബാക്കി എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. പിന്നെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഈ വേദി ഉപയോഗിക്കാമെന്ന് വിചാരിക്കില്ല. ഞാനും കൂടെ എഴുതിയ ഒരു സിനിമ, ഒരു ചെറിയ സിനിമ ഇപ്പോൾ ഒരു OTT വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണൻ എന്നാണ് പേര്. പറ്റുമെങ്കിൽ അതുകൊണ്ട് എല്ലാവരും കാണണം. ചെറിയ സിനിമയാവുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കാണാൻ ശ്രമിക്കാം. താങ്ക് യു. Thank you so much, Anand. And all the very best for the movie. All the very best. Alright. ഈ സിനിമയെക്കുറിച്ച് ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, ഇത് കൊല്ലത്തിന്റെ സിനിമയാണ്. കൊല്ലമായതുകൊണ്ടാണ് ഇന്ദുവൻ ചേട്ടൻ വന്നത്. കൊല്ലമായതുകൊണ്ടാണ് ഇന്ദുവൻ ചേട്ടൻ യെസ് പറഞ്ഞത്. അപ്പൊ കൊല്ലമാണ് ഇതിന്റെ വലിയൊരു, കൊല്ലം തന്നെ ഒരു ക്യാരക്ടറാണ്. സ്ഥലം